Hi everyone, Namaskaram. എൻ്റെ പേര് അഷ്മിത. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. Yes, and I will be reacting to episode 2 of Plus 2 class. This is Sharjah Sheikh. Okay. I have no idea what the context is here, but this is the episode 2 after class test, so I don't know if this is completely different, like it's going to start with that continuation in the classroom when the test is happening, or it just starts from another day. So let's see, let's check this out. Correct OG team, yes. All right, here we go. Without dealing this any further, we will start this. Subtitles are on. Let us begin. അപ്പോൾ എല്ലാവരും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തറവായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് നമുക്ക് ടെസ്റ്റ് ഇടാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ പട്ടി ആസ് യൂഷ്വൽ മുട്ട തന്നെ. ടെസ്റ്റ് മാറ്റി വെക്കാൻ പറയടേ. As usual, we are going to score 0. എൻ്റെ മാത്സ് ബുക്ക് ആരോ ഈ ക്ലാസ്സിൽ നിന്ന് അടിച്ചു മാറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തീരെ പഠിക്കാൻ പറ്റിയില്ല. നമുക്ക് ടെസ്റ്റ് മാറ്റി വെച്ചാലോ? ഇരിക്കണോ അവിടെ? നോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്. ഒരു പേനാണ് എൻ്റെ കയ്യിലില്ല. ഞാൻ കണ്ടോളുന്നുണ്ട് രണ്ടുപേരും ഇരിക്കുന്നു. അത് തെളിയുന്നില്ല. Jealous? ഒന്നുമില്ല. എന്ത് കാര്യം? ഒരു ഗ്യാപ്പ് ഇട്ട് എഴുത്. നമ്മൾ ഓൾറെഡി നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. ഒന്ന് കാണിച്ചോടാ. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിനെ കാണിച്ചു തരാനല്ല. ഒന്ന് കാണിച്ചു. ഒന്നും അറിയത്തില്ല. കാണിച്ചു. ഉണ്ണി എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ഉണ്ണി എന്താ അവിടെ? അല്ല മിസ്, എൻ്റെ കയ്യിൽ 2 പേരുണ്ട്. അപ്പോൾ ഒരു പേര് അവന് വേണമെന്ന് ചോദിച്ചതേ ഉള്ളൂ. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വിടട്ടെ? എന്തിനാ ഇപ്പോൾ? എന്നാ അവിടെ അടങ്ങിയിരുന്ന് എഴുത്. ഞാൻ നൈസായിട്ട് റെഡി പറയട്ടെ. ലഞ്ച് ബ്രേക്കിന് പോയി ആൻസർ പേപ്പർ അടിച്ച് മാറ്റിയാലോ? ഇനി കള്ളൻ എന്ന പേരും കൂടെ വീഴാനുള്ളൂ. ചീപ്പ് നമ്പറായിട്ട് വന്നേക്കണം. ആ പ്രിൻസിക്ക് അറ്റാക്ക് ഒന്നും ആയിരിക്കണേ. ശരിയാണല്ലോ. ഓ, ന്യൂ അഡ്മിഷൻ ആണല്ലേ? അതെ. വാ കയറി. സ്റ്റുഡൻസ് സൽമാൻ ഹുസൈൻ നമ്മുടെ ക്ലാസ്സിലെ ന്യൂ അഡ്മിഷൻ ആണ് കേട്ടോ. His new admission is already, you know, like flirting and all of it. Confidence. ഫുഡടിക്കാൻ ഒരാളെ കൂടെ കിട്ടി ഉറപ്പിച്ചിരുത്താം. He only thinks about eating. Backbencher? Another backbencher? അളിയെ ഇങ്ങോട്ടാ വരുന്നത്. ഒരു കാരണവശാലും വിട്ടിരുത്തരുത്. ലാസ്റ്റ് ബെഞ്ച് നമുക്ക് സ്വന്തം. Oh, they're getting territorial. Oh, he's gonna be like what? The one who gets all the attention, huh? He's not gonna get bullied. He'll probably bully somebody. നൈസായിട്ടൊന്ന് വരട്ടിയിട്ട് വരാം.
എൻ്റെ വീട് എവിടെ? വീട് എവിടാന്ന് പറയണ? അമ്മ നീ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്താണോ വീട്? ഇവിടൊക്കെ തന്നെ. അതാണ് ഇവിടെ അടുത്ത വീട്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പിന്നെ ആരെങ്കിലും കോപ്പി അടിക്കുന്ന വേണ്ട, നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലോട്ട്. കേട്ടല്ലോ? What if he's intelligent also? എത്ര നാളെ വളർത്താൻ തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലമായി. തുലാം വൃശ്ചികം ധനു മകരം 9ാം ക്ലാസ് തൊട്ടേ വളർത്തി തുടങ്ങി അല്ലയോ? 12 3 കൊല്ലമായി. So he's definitely not intelligent. Got it. അപ്പൊ വൈഫ് എന്ത് ചെയ്യുന്നു? അളിയാ മുട്ട മണി കിട്ടി, പ്രിൻസി പൊക്കി. ഞാൻ കൃത്യമായിട്ട് അയാളെ വായിച്ചെന്ന് കയറി കൊടുക്കുകയും ചെയ്തു. അയാൾ തന്നെ സെക്കൻഡ് ഫ്ലോറിലാണോ? നീ എന്തിനാ രണ്ടെണ്ണാക്കി ചാടിയത്? അത് ഞാൻ സ്റ്റാഫ് റൂമിൽ കയറി മാത്സ് പേപ്പർ ഒട്ടിക്കാൻ പോയതോ. ഓ തേപ്പ് ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കാൻ പോയല്ലേ? അതെന്ത് വർത്താനുള്ളൂ, പൊക്കുമ്പോ നിന്റെയും പൊക്കൂലേ? എന്നെ കൂടെ ചേർത്താണോ പൊക്കിയത്? അതിനല്ലടേ പൊക്കിയത്. ഞാൻ നൈസായിട്ട് ആരും കാണാൻ സ്റ്റാഫ് റൂമിനകത്ത് കയറി പേപ്പർ എടുക്കാൻ ചെന്നതും പുറയുന്നൊരു തോണ്ടല് നോക്കുമ്പോ ഞാൻ കാണാൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പ്രത്യേകിച്ച് കാരണമൊന്നും കിട്ടാത്തതുകൊണ്ട് താടി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. കഷ്ടപ്പെട്ട് വളർത്തിയ താടിയോ? താടിയല്ലേ വീണ്ടും വന്നോളൂ. അണ്ണനത് പറയാം. അണ്ണനൊക്കെ നല്ല മുറ്റായിട്ട് താടി കളിക്കും. ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് അറിയും താടിയാക്കിയത്. എനിക്കാണെങ്കിൽ പാരമ്പര്യമായിട്ട് കണക്ഷൻ വരാത്ത ഫാമിലിയാ. എടാ നമുക്ക് ആ മാത്സ് ബുക്ക് തപ്പിട്ട് വരാം. പോടെ അവൻ്റെ ഒരു മാത്സ് നോട്ട്ബുക്ക്. മനുഷ്യനോട് താടി പോകുന്ന വിഷമത്തിൽ നിൽക്കുക. ആ പ്രിൻസ് എന്നോട് താടി പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാന്ന് പറഞ്ഞേക്കുന്നത്. എനിക്കാണെങ്കിൽ അറ്റൻഡൻസും ഇല്ല. എന്തൊക്കെ വൃത്തിയായിട്ട് നിയമമാണെന്ന് അറിയോ? ക്ലാസ്സിൽ കയറിയില്ല അറ്റൻഡൻസ് വരും. അറ്റൻഡൻസ് പരീക്ഷ എഴുതിക്കും. He's complaining as if it's such a cruel thing, huh? It's okay. പഠിച്ചോണ്ട് വരാൻ പറഞ്ഞ പോഷമൊന്നും അല്ല അവർ എക്സാം ഇട്ടത് അല്ലേ? ആടെ ഒരുമാതിരി വാക്കിന് വിലയില്ലാത്ത ടീച്ചർ. നമുക്ക് ടീച്ചറിനെ സ്ട്രൈക്ക് വിളിച്ചാലോ? അതാകുമ്പോ നേരത്തെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് കടന്നുറങ്ങാം. നമ്മൾ 3 പേരും സ്ട്രൈക്ക് പോവാ. ഒരു ബിസ്ക്കറ്റ് തന്നടാ. എനിക്കിവിടെ തരത്തില്ല. എന്നാ ഇയാളെ കൊണ്ടുപോയി ചാവും പോ. ചത്താലും തരത്തില്ല. പിന്നെ ബിസ്ക്കറ്റ് ഒന്നും പങ്കുവെച്ചുള്ള സൗഹൃദം വേണ്ടളിയാ. ഡൗണി നീ എന്റെ മാത്സ് നോട്ട് കണ്ടായിരുന്നോ? നിന്റെ മാത്സ് നോട്ട് ബുക്ക്? നിന്റെ? എടാ ഇവന്റെ മാത്സ് നോട്ട് ബുക്കല്ല അവിടെ യൂറിൻ ഷീറ്റിൽ ബ്രൗൺ പേപ്പർ ഒക്കെ മടക്കി കുത്തി മൂത്രം ഒഴിക്കുന്നത്. ചെല്ലേ പോ. എന്റെ അപ്പുറത്തും ചോറ്റുപാത്രം കൂടെ ഉണ്ടായിരുന്നടാ. കണ്ണക്ക് കണ്ടെന്ന് പറയാം. അല്ല കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട കേട്ടോ. അല്ല പിന്നെ എന്ത് കളിയാ ഓരോ സാധനങ്ങൾ പിന്നെ അവിടെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് വരുവാണോ? നാളെ പൊട്ടാട്ടിൽ പോയി പറഞ്ഞ എന്റെ അടുത്ത് എന്ത് കളി ഒന്ന് സൂക്ഷിക്കണ്ടേ ഇതൊക്കെ. ന്യൂ കമർ കാര്യം പറയുമ്പോഴത്തേക്കുണ്ടല്ലോ. Oh, he's gonna be like the new gunda of the class, huh? ഒരു ഷെയിം സെറ്റ് മേടിച്ചിട്ട് വരാം. എനിക്കൊന്നും നീ പോയി വാങ്ങിച്ചിട്ട് വാ. ഞാൻ വരാടാ. നാണ്ണം വാ. അണ്ണൻ്റെ മുടി എന്തെങ്കിലും സ്പ്രിങ് പോലിരിക്കുന്നു. എടി നീ ബയോളജി റെക്കോർഡ് വെച്ചായിരുന്നോ? ഇല്ല. ഇത് വെക്കുന്നില്ലേ? അറിയില്ല. നിനക്കിത് എന്ത് പറ്റി? രാവിലെ പോലെ നിന്റെ മുഖം മത്തങ്ങ പോലെ ഉണ്ടല്ലോ. എൻ്റെ മുഖം ഇങ്ങനെയാ? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ചേട്ടാ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ട്? ഒന്നുമില്ല. നീ പറഞ്ഞിട്ട് വായിച്ചാ മതി. എനിക്ക് അല്ലെങ്കിൽ അറിയാം നിനക്ക് അവനൊരു നോട്ടുണ്ടെന്ന്. ആര്? അനന്തുനെ. അയ്യടാ നോക്കാൻ പറ്റിയൊരു മുതല്. പിന്നെ നീ എന്തിനാ ഒരു ആവശ്യമില്ലാണ്ട് അവൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ പോയെ? നീ ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞാലെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഡൗട്ട് ചോദിച്ചെന്നോ? വഴി കൂടെ വെറുതെ നടന്നു പോയതിനെ നിർബന്ധിച്ച് പിടിച്ചിട്ട് ഡൗട്ട് പറഞ്ഞു തന്നത് അവനാ. അവൻ പറഞ്ഞു ഞാനാ ഡൗട്ട് ചോദിച്ചെന്ന്. അവൻ അങ്ങനെ എന്നോട് കള്ളം പറയില്ല. എടി ഒന്ന് വിശ്വസിക്കടി. എനിക്കൊരു പണി വരുന്നുണ്ട്. എനിക്ക് പണിയൊന്നും കിട്ടില്ല. ഞാനത് സബ്മിറ്റ് ചെയ്യും. അതല്ലടാ അവർ നിന്റെ പേരും പറഞ്ഞാട്ടി ഉണ്ടാക്കണേ. രാവിലത്തെ പ്രശ്നം. എണീറ്റ് ഇതിപ്പോ തന്നെ ചോദിക്കണം. നീ വന്നേ. Okay. എന്റെ കൂടെ ഒന്ന് നിൽക്കണേ പ്ലീസ്. വരുമ്പോ സപ്പോർട്ട് ചെയ്ത്. ഡാ അനന്തു, They are totally not going to support him. രാവിലെ ഞാനാണോ നിന്നോട് ഡൗട്ട് ചോദിച്ചേ? അത് ഞാൻ നിന്നോട് ചോദിച്ചപ്പോഴല്ലേ നീ എന്നോട് ചോദിച്ചത് എന്തിനാ ചോദിക്കണമെന്ന്. പിന്നെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ആര് ആരോട് ചോദിച്ചത്? കറക്റ്റ് ആയിട്ട് പറ. നീ എന്നോട്. ഇങ്ങനെ ഞാൻ നിന്നോട്. കേട്ടല്ലോ, ക്ലിയർ ആയല്ലോ. പടമൊക്കെ ഞാൻ വരച്ച ഡയഗ്രാം മാത്രം മാർക്ക് ചെയ്യാൻ ബാക്കി. നീ വെറുതെ അവനോട് കൽപ്പിക്കണ്ട. നമ്മൾ പറഞ്ഞിട്ടാകുമ്പോൾ ചോദിച്ചത് അല്ലേ? Oh. ആണ്. Oh, they are actually supporting him. അതെ, അവൾ മാത്സ് മിസ്സിൻ്റെ അടുത്താണ്. അവരുടെ വീട്ടിലാണ് ട്യൂഷനും പോകുന്നത്. ഇന്ന് ടെസ്റ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു 2 ക്വസ്റ്റ്യൻ അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇല്ലേ?
അപ്പൊ അപ്പോൾ എന്താ ആ ക്വസ്റ്റിന് മാത്രം വിറ്റ് വെച്ചാൽ പോരെ? അല്ലെങ്കിൽ ഞാൻ ആ പോർഷൻ മൊത്തം വിറ്റ് വെക്കണ്ടേ? അതൊന്ന് നൈസായിട്ട് ചോദിച്ചാൽ അവളുടെ അടുത്ത് പോയി ചോദിക്കാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എല്ലാം പറഞ്ഞു തരുമോ? നമ്മൾ മോശമല്ലേ? ഇവൻ വലിയ പഠിപ്പിയാണ്ട് ഇവനെ പറഞ്ഞു വിട്ടതാ. അത് ഇത്ര വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചു. They actually helped him. They actually helped him. Nice. നിങ്ങൾക്കിത് നേരത്തെ പറയാറുന്നില്ല. അതിനത് ഇപ്പോഴല്ലേ പറഞ്ഞേ? അല്ല ഇപ്പൊ പറഞ്ഞിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ. ഇനി ഒന്നും മറച്ചു വെക്കല്ലേ? അത് ഞാൻ പോട്ടെ. സ്റ്റെല്ലയ്ക്ക് ഫോർമുല പറഞ്ഞു കൊടുക്കണം. ഈ സ്റ്റെല്ലയായിട്ടുള്ള കൂട്ടുമതി ഈ ദിവ്യയിൽ അത് കഴിയാ. സോറി. ഇറ്റ്സ് ഓക്കെ. അളിയാ എടാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടാ. മറക്കരുത്. നേരെ സ്റ്റോറിലോട്ട് കിട്ടോ. 2 ഫിസിക്സ് റെക്കോർഡ് മേടിച്ചോ. എൻ്റെ ഇവൻ്റെ പേര് എഴുതിക്കോ. വരച്ചു തുടങ്ങിക്കോ. എടാ No lunches for free. ചോദിച്ചുള്ളൂ. വരച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ല വേണ്ട. എന്റെ പോലെ ഞാൻ കടന്നിട്ട് ബാക്കി പഠിച്ചോ. നമ്മളിവിടെ കളി. ഈ കൈന് ഒന്നിനും കൊള്ളൂല. എന്താ ഞാനിപ്പോ ഒരു കാര്യം ഓർത്തത്, നീ ഇന്നലെ എനിക്ക് ചാർജ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലായിരുന്നു? Okay. മറന്നുപോയി. Now it has come. നോക്കിയാൽ നിനക്ക് ഈ ഒരു വിചാരം മാത്രമാണോ? തീറ്റപ്പണ്ടാറ് അവൻ എന്റെ കൈ ഞെക്കിപ്പൊടുത്തി പഴമാക്കി വെച്ചേക്കോ. അതിനിടയ്ക്ക് അവന്റെ ഒരു ഷാർജ ഒരണ്ടാവ് ചോറ് തിന്നല്ലേ ഉള്ളൂ. ആ പോരാത്തതിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും. എപ്പോ നോക്കിയാലും തീറ്റ തീറ്റ തീറ്റ. എല്ലാത്തിനും പഠിക്കാൻ കുറച്ച് മിനിറ്റ് കൂടി അതും തിന്നട്ടെ. Okay, so theta is food also. Okay, so connecting with trigonometry. Theta, theta, theta. Huh? Okay. Oh, poor Krishna Chandran. ഒന്നിനെ ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാടി എന്റെ മാത്സിന്റെ നോട്ട്ബുക്ക് ആരോ എടുത്തെന്ന് എനിക്കറിയാം. Oh, and he will say it's Unni. It is written and directed both by Nikhil. All right. So he's gonna say like Unni stole the maths notebook, and then there's gonna be like a huge fight, and he's gonna get his revenge. Stop this. He's gonna get the revenge. So it's like everybody is playing each other off, huh? Trying to sort of assert their dominance in some or the other kind of way. How teenagers are, in a classroom. They're naughty. So this is like the naughty side of the teenagers that has been shown, huh? But except, you have the teacher's pet also. I forgot the name. Anandu? Was that? No. Anandu, not Anandu. Anandu was the other guy. Kiran's name is Anandu in this, right? What was the name of that guy who was sitting beside Kiran? Like his character name. I don't know his real name also, but I think everybody is, just nailing their roles. Everybody's just nailing their role. And this is something that I know that they're good at, in terms of their bonding, chemistry, and it just shows how comfortable they are with each other. And like I said in the previous one also, it just doesn't feel like acting, because here also they are just being themselves. It's just like Nikhil would have told that, you know what, just be yourselves as teenagers. Just make your brain think you are teenagers and just act it out. That's what I feel. And like I said, like Anu's character, Anu seems like the sane one. He's still sane. He's like the average student, but still sane. Then you have Krishna Chandran, who's this like big foodie, only wants to eat, doesn't want to share any food, always eats others. We have those kind of people, who will just take the food from everybody, but not going to share, their own tiffin. Then we have the, teenage couple also. That aspect is also there. We have the backbenchers. We have the new guy who is like a bully, who's asserting his dominance. So everything, like you have every kind of dynamic possible which is there in a classroom. We have the studious guy also. So it's a combination of everything. So yes, like I said previously as well, I really am not looking for a storyline, but this is just a light-hearted sketch that I'm looking at, and and I just want to have some fun. So this episode is
in terms of like comparing with the first episode, in terms of laughability and comic timing and puns, this was more hilarious than the first one. This was more hilarious than the first one. And I think this, what I am seeing is that this entire thing is probably the full day that is getting captured. Now I've understood. So the next episode is also going to be the continuation. So this is like how when the school is starting, and then it's like a 24-hour thing which is going on. So the final episode is going to be how the class ends, basically. The day ends, how the day ends. Because it starts with, you know, the first episode that, oh, we have a class test, and then they're in school, and then one thing, everything is getting basically continued. Is that the case? That's what I feel is the case. Like, because episode 3 is again going to be continuation, and we will see this confrontation between Sabrish and Anu, that, oh, you stole my maths book and this and that. So I guess it is going to happen like that. So let's see where the story heads. This was an enjoyable episode, and thank you once again for suggesting it to me. I was anyways planning to do it. I was used to see so many comments, when are you starting Karika Plus 2 series? I will. What is it? You know, I don't have any excuse not to, you know, watch this. I absolutely will. And yeah, so that was the reaction for episode 2. I will be signing off from this video now. I hope you enjoyed this reaction, and yes, I will see you soon on my next video. Bye guys.